നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ നിന്റെ തീരുമാനം? എന്ത് തീരുമാനം? ഇന്ന് ശരത്തിന് ജാമ്യം കിട്ടും. എനിക്ക് തോന്നുന്നില്ല. അവള് പറഞ്ഞത് അതുപോലെ ആവർത്തിക്കണ്ട. ജാമ്യം കിട്ടുമെന്നാ എല്ലാരും പറയുന്നത്. ശരി, എന്നാ ജാമ്യം കിട്ടട്ടെ. ജാമ്യം കിട്ടിയ കല്യാണം നടത്തണം. ഏത് കല്യാണം? നിന്റെ കല്യാണം. നീയും ശരത്തും തമ്മിലുള്ള കല്യാണം. ഞാൻ അതിന് തയ്യാറല്ലല്ലോ. തയ്യാറാവണം. അത് പറയാനാ ഞാൻ വന്നത്. അമ്മ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ശരത്തെ സുഖവാസത്തിനൊന്നും അല്ലല്ലോ പോയിരിക്കുന്നേ, പോലീസ് സ്റ്റേഷനിലോട്ടല്ലേ. അറിഞ്ഞെടുത്തോളം മഹാ കുഴപ്പം പിടിച്ച വകുപ്പുകളാ ശരത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഒന്നല്ല, നിരവധി കേസുകളുണ്ട്. അതീന്ന് ഊരിപ്പോവാന്ന് പറയുന്നതേ അത് അസാധ്യമാ. അഥവാ ഊരി പോന്നാലും എനിക്ക് അയാളെ വേണ്ട. വേണ്ടെങ്കിൽ പിന്നെ എന്തിനടി ഉടുത്തൊരുങ്ങി അമ്പലത്തിൽ വന്ന് നിന്നത്? അത് അമ്മയ്ക്ക് സമാധാനായിക്കോട്ടെ എന്ന് കരുതി ചെയ്തതല്ലേ. എനിക്ക് ഉറപ്പായിരുന്നു ആ കല്യാണം നടക്കില്ലെന്ന്. ആ ധൈര്യത്തിലാ ഞാൻ വന്നത്. നിന്റെ ഏട്ടത്തിന്നും പറഞ്ഞു നടക്കുന്ന ആ മൂദേവി നിന്റെ ജീവിതം തകർക്കുകയാണെന്ന് അറിയോ നിനക്ക്? എനിക്കേ അങ്ങനെ തോന്നുന്നില്ല. എന്റെ നന്മയാ ഏട്ടത്തിയുടെ ലക്ഷ്യം. കൂടുതൽ തർക്കിക്കാനൊന്നും ഞാനില്ല. ആ കല്യാണം നടന്നിരിക്കണം. അല്ലെങ്കിൽ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. അവളുടെ പേരെഴുതി വെച്ച് ഞാൻ ജീവൻ അങ്ങ് അവസാനിപ്പിക്കും. എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയാണോ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? പണ്ടായിരുന്നെങ്കിൽ ഞാൻ പേടിച്ചേനമ്മേ. ഇപ്പൊ അതിന് തയ്യാറല്ല. ശരത്തിനെ കല്യാണം കഴിച്ചാ അത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യ അമ്മേ. ഞാൻ ശരത്തിനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അമ്മ ആത്മഹത്യ ചെയ്യും. കഴിച്ചാ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും. തമ്മിൽ ഭേദം അത് അമ്മ തന്നെ ചെയ്യുന്നതല്ലേ. നിത്യേ, എന്റെ ജീവിതം എനിക്കൊന്ന് വിട്ടു തന്നേക്കമ്മേ. എന്തിനാ സ്വന്തം വാശി തീർക്കാൻ എന്റെ ജീവിതത്തിൽ കയറി ഇടപെടുന്നേ? ശരത്തിനെ കുറിച്ച് എനിക്ക് പല സംശയങ്ങളും ഉണ്ട്. അത് മാറണം. അതൊന്നും മാറത്തില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് എന്റെ ജീവിതം വെച്ച് ഒരു വടംവലി വേണ്ടമ്മേ. ശരത്തിനെ പതുക്കെ മറക്കുന്നതാ എല്ലാവർക്കും നല്ലത്, പ്രത്യേകിച്ച് അമ്മയ്ക്ക്. മോൻ വന്നതുകൊണ്ടായിരിക്കും ഇന്ന് ഭക്ഷണത്തിനൊക്കെ ഒരു രുചി വ്യത്യാസം. നന്നായോ അതോ മോശമായോ? അതങ്ങനെയാണല്ലോ വേണ്ടത്. പ്രിയപ്പെട്ട മോന് അതിലും പ്രിയപ്പെട്ട അമ്മ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതങ്ങനെ തന്നെ വരണമല്ലോ. ഭക്ഷണം നന്നാവാൻ കാരണമുണ്ട്. അതുണ്ടാക്കിയത് വിശാല. മതി, വെറുതെ ഭക്ഷണം വേസ്റ്റാക്കി. കണ്ണി കണ്ടവനൊക്കെ അടുക്കള കയറ്റാൻ നിന്നോട് ആരാ പറഞ്ഞത്? നിനക്ക് പാചകം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് എന്നോട് പറയണം. ഞാൻ വേറെ വഴി നോക്കൂ. എനിക്ക് ചെയ്യാൻ മടിയുണ്ടായിട്ടല്ല ഏട്ടാ, മോൻ നിർബന്ധിച്ചപ്പോ സമ്മതിച്ചു പോയതാ. അവൻ നിർബന്ധിച്ച നീ എന്തും ചെയ്യൂ. ഇതാ ഞാൻ പറഞ്ഞത്, ഇങ്ങോട്ടാരും വരണ്ടെന്ന്. ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ആവും അവസാനം ഞാൻ പുറത്താവുമോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല സർ. വിശാല് ഭക്ഷണം വെച്ചോണ്ട് എന്താ സർ, നന്നായിട്ടുണ്ട്. ആദ്യം സാറത് സമ്മതിച്ചാണല്ലോ. ഉണ്ടാക്കിയത് വിശാലാണെന്ന് അറിഞ്ഞപ്പോ നിലപാട് മാറ്റി. ഞാൻ ഇനിയും പറയും, ഈ ഭക്ഷണത്തിന്റെ രുചി എന്താണെന്ന് അറിയാവോ? അതുണ്ടാക്കുന്നവരുടെ മനസ്സാ. എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടവനാണോ ഈ ഭക്ഷണം ഉണ്ടാക്കിയത്? അല്ലല്ലോ. അപ്പോൾ എനിക്ക് അരുചി തോന്നും.
അതിന് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. കഴിക്കുന്നില്ലേ? ഇല്ല, കഴിക്കാം. വെറുതെ മനുഷ്യന് സമയം മെനക്കെടുത്താൻ. വിശാൽ ഇതൊന്നും കാര്യമാക്കണ്ട. സാറിന്റെ സ്വഭാവം അറിയാലോ. എനിക്കൊരു വിഷമമില്ല. ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നേ. അല്ല, നിങ്ങളിരിക്കും, ഞാൻ വിളമ്പിത്തരാം. അത് വേണ്ട, ആദ്യം വിശാൽ ഇരിക്കെ. വിശാൽ ഞങ്ങളുടെ ഗസ്റ്റാ. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. അതാ നല്ലത്. നിങ്ങൾ ഇരിക്കെ, ഞാൻ വിളമ്പിത്തരാം. വാ വാ മോനെ, ഇരിക്കും ഇരിക്കും മക്കളെ. ദാ. കാത്തു നിൽക്കണമെന്നില്ല, ജാമ്യം കിട്ടും. നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വരും. കേസ് കോടതി പരിഗണിക്കുന്നല്ലേ ഉള്ളൂ, വിധി വരട്ടെ. അങ്ങനെയെങ്കിൽ അങ്ങനെ. പ്രതിക്കെതിരെ പ്രോസിക്യൂഷൻ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ പ്രഥമദൃഷ്ടിയാൽ നിലനിൽക്കുന്നതാണെന്ന് ഈ കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. കേസിന്റെ ഗുരുതര സ്വഭാവം പരിഗണിക്കുമ്പോൾ ഈ അവസരത്തിൽ ജാമ്യം കൊടുക്കുന്നത് തെറ്റായ നടപടിക്രമമാണെന്ന് കോടതിക്ക് നിശ്ചയമുണ്ട്. അതിനാൽ ജാമ്യം നിരുപാധികം തള്ളുന്നു. സർ, ഒരു മിനിറ്റ്. എനിക്ക് ശരത്തിനോടൊന്ന് സംസാരിക്കണം. വിഷമിക്കണ്ട. അപ്പർ കോർട്ടില് നാളെ തന്നെ നമ്മൾ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യും. ഇവിടെ തള്ളിന്ന് വെച്ച് അവിടെ അങ്ങനെ ആവണമെന്നില്ല, അവിടെ കിട്ടും. ഇത് തന്നെയല്ലേ നേരത്തെ പറഞ്ഞത്? ശ്രമിക്കാഞ്ഞിട്ടല്ലോ ശരത്ത്. പ്രോസിക്യൂഷൻ സ്ട്രോങ്ങാ, അതാ കാരണം. ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് സിദ്ധുവിനും ദേവിക്കും. തൽക്കാലം അതൊന്നും ഇപ്പോൾ ഓർക്കണ്ട. എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ നോക്ക്. ഞങ്ങളെ കസ്റ്റഡി അപേക്ഷ കൊടുക്കാൻ പോവുക. ചുരുങ്ങി ഒരു 2 ദിവസമെങ്കിലും ഇവനെ ഞങ്ങളുടെ കൈ കിട്ടണം. എങ്കിലേ ഇവൻ ചെയ്ത് എന്തൊക്കെയാണെന്ന് പറയിക്കാൻ പറ്റത്തുള്ളൂ. കസ്റ്റഡിയിൽ തരുന്നതിന് മുൻപ് ജാമ്യം കിട്ടും. ഇപ്പം കിട്ടിയതുപോലെ ആയിരിക്കും. നടക്കടാ.